നമസ്കാരം. ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. പുതിയ പ്രവർത്തന ശൈലിയുമായി മൂവാറ്റുപുഴ ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ് അംഗങ്ങൾ ചുമതലയേറ്റത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാമലക്കണ്ടം സ്വദേശിക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പരസഹായമില്ലാതെ ചലിക്കാൻ പോലും സാധിക്കാത്ത മാമലക്കണ്ടം സ്വദേശിയുടെ വീടെന്ന സ്വപ്നം ഏറ്റെടുത്ത് ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു. Allegiance to the aim of objective of the club and uphold its constitution of bylaw. I will discharge my duties with sincerely, honestly, dedication and impartiality to the best of my ability. I will strive to promote utility, discipline, integrity and goodwill. ശ്രീമൂലം യൂണിയൻ ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ക്ലബ് മുൻ പ്രസിഡന്റ് തോമസ് പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യ വരണാധികാരി അഡ്വക്കേറ്റ് വിജു ചക്കാലക്കൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ അംഗങ്ങളും ജയിച്ച കാൻഡിഡേറ്റ്സുകളോടും അതുപോലെ തന്നെ എല്ലാ മാന്യ അംഗങ്ങളോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ്. അതിഭയങ്കരമായ ഉത്സാഹത്തോടും സഹകരണത്തോടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചതും ഫലം പ്രഖ്യാപിച്ചതും. സാമൂഹിക സേവനത്തിനാണ് ഈ വർഷം പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പുതിയ ഭാരവാഹികൾ പറഞ്ഞു. മാമലക്കണ്ടം സ്വദേശിയായ അനീഷ് എം ശശിധരൻ 2 കുട്ടികളെയും ഭാര്യയെയും കൊണ്ട് ഇപ്പോൾ MC റോഡ് അരികിൽ പുറമ്പോക്ക് ഭൂമിയിൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് കഴിഞ്ഞു പോന്നിരുന്നത്. ഇവരെ മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്കായി ഭവന നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തി 12 ലക്ഷം രൂപയിൽ അധികം ചിലവിൽ ഒരു പുതിയ ഭവനം നിർമ്മിക്കുക എന്ന പദ്ധതിയോടെയാണ് ശ്രീമൂലം ക്ലബിന്റെ പുതിയ ഭരണസമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നിരാലംബരായ ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പുള്ള വീടെന്ന സ്വപ്നമാണ് ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ് സാക്ഷാത്കാരം നൽകുന്നത്. ഒപ്പം ക്ലബിന്റെ സാമൂഹ്യ ഉത്തരവാദിത്തത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവുമാണ്. സമൂഹത്തിനെ കാർന്നു തിന്നുന്നതും യുവതലമുറയെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്ന് പോലുള്ള സാമൂഹിക തിന്മകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നത് ക്ലബിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ്. മൂല്യാധിഷ്ഠിത സാമൂഹിക മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകളിൽ മറ്റ് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിർവഹിക്കാനുള്ള ശ്രമവും മിഷൻ 2027 പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കും. യുവതലമുറയെ രക്ഷിക്കുകയാണ് ഈ സമർപ്പിത പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്നും പുതിയ ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ പൂർവികർ ഈ തുടങ്ങി വെച്ച ഈ ക്ലബ്ബ് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്ത് ജനശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ മാതൃകാപരമായ രീതിയിൽ ഈ ക്ലബ്ബ് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൽ അത് ഉറപ്പു നൽകുന്നു. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ചെലവ് കുറച്ച് വരുമാനം കൂട്ടുക എന്നാണ് പ്രധാന ലക്ഷ്യം. നമ്മൾക്കിപ്പോൾ കറക്റ്റ് ചാർജ് കൂടുതൽ വരുന്നുണ്ട്, 70,000 വരുന്നുണ്ട്. അതൊരു സോളാർ പാനൽ സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കറക്റ്റ് ചാർജ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ പുതിയ ഭാരവാഹികളായി ജോസ് വർക്കി കാക്കനാട്ട് പ്രസിഡന്റ്, OP ബേബി വൈസ് പ്രസിഡന്റ്, BB കിഷോർ ട്രഷറർ, A ജയറാം സെക്രട്ടറി, അഡ്വക്കേറ്റ് OV അനീഷ് ജോയിന്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സെൻ ചെറിയാൻ, ഹിബ്സൺ എബ്രഹാം, അഡ്വക്കേറ്റ് രാംമോഹൻ L, ഷിറിമോൻ ചാലക്കര, ബിജു K ചെറിയാൻ, സേവ്യർ നെല്ലിപ്പള്ളി എന്നിവർ സ്ഥാനമേറ്റു. സെക്രട്ടറി A ജയറാം പദ്ധതി വിശദീകരണം നടത്തി. അഡ്വക്കേറ്റ് MS അജിത്, സജീവ് മാത്യു, വിനീത ഗണേഷ്, OP ബേബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.